GTR എടുത്ത് നോക്ക്. റേസ് കാർ വരുന്നു, ഒരു രക്ഷയില്ല. സീനാട്ടോ. ഇത് മറ്റേ സൂസ് മച്ചാനല്ലേ? അപ്പൊ ഇവിടെയാണ് എല്ലാ ടീമിന്റെയും സ്റ്റാൻഡ് വരുന്നത്. സോ ഇതിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അവരവരുടെ വണ്ടികളെല്ലാം റിപ്പയർ ചെയ്യുന്നതും. ഇപ്പോഴേ ഇരുന്നിട്ട് അവിടെ ഉണ്ട് ഫുൾ ഹോംവർക്കും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മച്ചന്മാർ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുകയായിരിക്കും നമ്മുടെ അജിത് സാറിൻ്റെ ബൂത്ത് ഏതാണെന്ന്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. കണ്ട ടയർ ചേഞ്ച് ചെയ്യുന്നൊക്കെ കണ്ട പിറ്റ് സ്റ്റോപ്പ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ടോട്ടൽ റേസ് തുടങ്ങി. ഇപ്പോൾ റേസ് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം 11:55 റേസ് തുടങ്ങുന്ന ഏകദേശം 1 മണിക്കാണ്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ. അതായത് ഇവിടെയുള്ള ഇവരോടിക്കുന്ന വണ്ടി ആസ്റ്റൺ മാർട്ടിൻ്റെ വാൻറ്റേജ് AMR GT3 ഇവയാണ്. ഇവരും വാൻറ്റേജ് ആട്ടോ. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തുള്ളത് ഇതുണ്ട് ആപ്സെറ്റ് റേസിംഗ് യൂസ് ചെയ്യുന്നത് കുപ്ര TCR DSG എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഇതുവരെ കേൾക്കാത്തൊരു വണ്ടിയാണ്. സോ അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ അജിത് കുമാർ റേസിംഗ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ യൂസ് ചെയ്യുന്നത് ഒരു പോഷെ GT3 ആണ്. അതാ ഇവിടെ കിടക്കുന്ന ഈ വണ്ടിയുണ്ട്. ഇതൊരു 300 SL ആട്ടോ. പക്ഷേ അത് ഫുള്ളി ഒരു ട്രാക്ക് ബിൽഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇന്റീരിയർ എന്തല്ലേ പക്ക റേസ് കാറായിട്ട് കൺവേർട്ട് ചെയ്തേക്കാം കേട്ടോ. എത്ര ആൾക്കാരാന്ന് നോക്കുക അവിടെ നിൽക്കുന്നത്. ആൾക്കാർ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഒരു സ്റ്റേജ് നിറച്ച് കഴിഞ്ഞ കൊല്ലത്തെ 24 hours റേസിനകത്ത് ഞാൻ വന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്ര ആൾക്കാരില്ല. ഇത് ഫുള്ള് മറ്റേ അജിത് ഫാൻസ് തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കണ്ടാ പകുതി ഇന്ത്യ ഉണ്ട് അവിടെ. തമിഴ്നാട് ഫുള്ളുണ്ട് ഇവിടുത്തെ. ഒരു രക്ഷയില്ല. സോ സ്റ്റാർട്ടിംഗ് ഗ്രിഡിലേക്ക് ഇപ്പോൾ ആൾക്കാർ കൊണ്ടുപോകാനുള്ള മൂഡിലാണെന്ന് എനിക്ക് തോന്നുന്നത്. സംഭവം എന്തായാലും കൊള്ളാം. ഇവരെല്ലാവരും ഇങ്ങോട്ടാണ് അങ്ങോട്ട്. ഓക്കെ അപ്പുറത്തെ സ്റ്റാർട്ടിംഗ് ഗ്രിഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും കൊള്ളാം. ഓൾറൈറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ്, അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ റേസ് ട്രാക്കിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സോ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടു. ഇടയിൽ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അജിത് മച്ചാൻ്റെ വണ്ടി കണ്ടുപിടിക്കുന്നതാണ്. ഇതണ്ട ഇത് നമ്മുടെ ഫെറാറി 296 ആണ്. അതിൻ്റെ റേസ് കാറാണ് നിങ്ങളുടെ ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് വേറൊരു 296 കിടക്കുന്നുണ്ട്. സോ പക്ക എല്ലാ മോഡൽ വണ്ടികളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് നമ്മുടെ അജിത് കുമാർ റേസിങ്ങിൻ്റെ വണ്ടി ഏതാണെന്ന് നോക്കാം. ഐ ആം വെരി എക്സൈറ്റഡ്. ലെറ്റ്സ് സീ. ഇവിടെ ഒരു മെർസിഡീസ് എടുത്തു. പോർഷൻ്റെ GT3R. ഏതൊക്കെ വണ്ടികളാണ് നോക്കും. ഫെറാറി എടുക്കുന്നുണ്ട്, ആസ്റ്റൺ മാർട്ടിൻ കിടക്കുന്നുണ്ട്, പല പല വണ്ടികളുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ജനക്കൂട്ടം കേട്ടോ. നമ്മൾ ഇവിടുത്തെ ട്രാക്കിൻ്റെ അടുത്ത്. സോ നമുക്ക് നേരെ പോയിട്ട് 901. കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ബെല്ലിയുടെ റേസ് കാറും കിടക്കുന്നുണ്ട് കേട്ടോ. അറ്റ്മോസ്ഫിയർ തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു സീൻ തന്നെയാണ്. ഏത് വണ്ടിയാ ഇനിയിപ്പോൾ? അവിടെയാണോ അജിത്ത്? എവിടെയാണ് അജിത്ത് എന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നത്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ അജിത് കുമാർ റേസിങ്ങിന്റെ വണ്ടിയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ അജിത് കുമാർ റേസിങ്ങിന്റെ ടീം. മച്ചാൻ ഒഴിച്ച് ബാക്കി 3 റേസേഴ്സ് ഉണ്ട്. സോ ഇത് ബേസിക്കലി 24 hours റേസാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് പല ആൾക്കാരും പല പല ഇൻ്റർവെൽ എടുത്തിട്ടായിരിക്കും റേസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മച്ചാൻ ഇവിടെ ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ഇവിടെ കണ്ടേ AK അജിത് കുമാർ റേസിംഗ്. ദ മാൻ, ദ മിത്ത്, ദ ലെജൻഡ്. ഒരു രക്ഷയില്ല. ഇൻസെയിൻ ഓറ. നോക്ക് മാരകമായിട്ടല്ല. അത് കുറേ വണ്ടികളുണ്ട് കേട്ടോ. പക്ഷെ ഇതാണ് മെയിൻ സംഭവം. വേണ്ട സംഭവം എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ 2-3 സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. സോ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ കിടക്കുന്ന ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുടെ അടുത്ത് വേണ്ട, ഇവിടെ ഒരു 29 എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, അതിനകത്താണ് നമ്മുടെ അജിത് സാർ കയറുന്നതെന്ന്. സോ അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ കറക്റ്റ് അപ്പോൾ തന്നെ പുള്ളി കാണുകയും ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ.
എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇവന്റിനകത്ത് മച്ചാൻ്റെ വണ്ടിയുടെ ഇടയിൽ മാത്രമേ കുറേ ആൾക്കാരുള്ളൂ. ബാക്കി വണ്ടികളൊക്കെ ഫുൾ എം ടി എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പുള്ളിക്കാരൻ മാറി ഉടനെ ആ വണ്ടിയുടെ ഇടവും കാലിയായി. ഇപ്പം എല്ലാവരും വീണ്ടും പുള്ളിയുടെ ഇടയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. യു ആർ ദ മാൻ റാഷിദ്, എങ്ക പാത്താലും മലയാളി. ആരെ ഇവിടെ നിൽക്കുന്ന തമിഴ് കാർ ഡൂട്ട്സ് വിത്ത് ദ എൻറ്റയർ സെറ്റപ്പ്. വാട്ട് യു ഹാവ് തോസ് ഹാമർ ഓർ വാട്ട്? Somebody is not allowing to take photo. No. What do you think? Are you excited? How is Ajit sir? Did you meet him? Yeah, I met you. Last in the parade we met him and spoke with him. Uh-huh. And today is like crazy day. You see, Bro, the never seen an entire autodrome like this. basic sounds like this, right? Yeah. So it was happened. The grandstand was full when last year Valentine Rose came. That time it was very full. That's record breaking. I think today it will be going to happen. Yeah, See, a lot of people 100%. not in the grandstand. Some of people standing in the apex. They don't know what's happening here. Makes sense. It's like Makes sense. Are you excited? Do you think he will win? Actually, this is the first Debut race, yeah. Debut race, and this is the first time they are in endurance race also as his team owner and driver. Even their team, everyone saying about that what we can say about the competition. Okay. Not to win, Okay. compete and to just they will do their best. Okay. And we go, and this is not a No, to be honest, I have no clue why I'm interviewing you. No, camera record ചെയ്ത് ഞാൻ പിന്നെ ആലോചിക്കും ഞാൻ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത്. So anyway, is this the car which got crashed? Which one got crashed? No, a lot of cars. Money. The container like I saw that ஒரு கண்டெய்னருக்குள்ள மெக்லாரன் 4 கார் இருக்குது. 4 கார் ஒரு காரை வச்சு வெளியே புஷ் பண்ணிட்டு இருக்காங்க மெக்லாரன். ஏன்னா நான் பக்கத்துல நின்னு மணி. I think he's the sole sponsor of this team, I guess. He's the owner. He's the owner. Only owner. Only one Oh, Tamil movies are paying a lot. You fuckers are rich, huh? You are throwing money. We can say his scale is high. In Tamil cinema, Tamil industry's paying scale is high, but still he is getting like good amount. 100%. He's standing there. He's sitting inside the shop. No, he's there. ഒരു രക്ഷയില്ല കേട്ടോ. തന്നെ സീൻ തന്നെ കേട്ടോ. തലയെന്ന് പറയുന്നത് ഇതുണ്ടായി ആൾക്കാരൊക്കെ എന്റെ വിചാരം ഇവരൊക്കെ എന്നെ കണ്ടതോ. സീൻ തന്നെ. ഇവരൊക്കെ ആലോചിക്കായിരിക്കും എന്താ സംഭവം എന്നൊക്കെ. ആ മച്ചാൻ തന്നെ എന്ത് സംഭവം നോക്കിക്കൊണ്ടിരിക്കും. ഒരു രക്ഷയില്ല. റേസ് ട്രാക്കിന്റെ നടുവിൽ കൂടെ എന്നാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറെ പോർഷൻസ് ഒക്കെ കിടക്കുന്നുണ്ട്. ഈ ഫുൾ ഇംഗ്ലീഷുകാരും അങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. ഇത് ഫുള്ള് അജിത്തിനെ കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു രക്ഷപ്പെട്ടു. ഒരു പഴയ നടന്നുകൊണ്ടിരിക്കുക. ഓ, ഇവിടെ ഒരു AMG GTR എടുത്ത് നോക്ക്. റേസ് കാ വരുന്നു. സീനാട്ടോ. ഇത് മറ്റേ സൂസ് മച്ചാനല്ലേ? പല ടീമുകളുണ്ട് കേട്ടോ. മൈ സെക്കൻഡ് ടൈം കമ്മിങ് ടു ദിസ് തിങ് ആൻഡ് ഐ ഹാവ് ടു സീ ദിസ് ഹാസ് ടു ബി ദ ക്രേസിയസ്റ്റ്. ലൈക്ക് എല്ലാവരും നല്ല ഷോട്ട്സ്. ഞാൻ അവിടെ രണ്ട് ഇംഗ്ലീഷുകാർ പറയുന്നു ഇയാൾ ആരാണ് ലൈക്ക് ഇത്രയ്ക്കും ഫാൻ ബേസ് ഉണ്ട്, സംഭവം എന്താ മാർട്ടിൻ വാൻറ്റേജിന്റെ സ്പോർട്സ് കാർ ഉണ്ടോ. പല ടീമുകളും എല്ലാവരും ഇവിടെ ഉണ്ട്. പോകുന്നതെന്ന് എനിക്കറിയില്ല.
റേസിങ്ങിന്റെ ലോജിസ്റ്റിക്സ് നമ്മൾ സമ്മതിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. ഏകദേശം 60 കണ്ടെയ്നറോളം എന്താ ഇവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് നമ്മുടെ ഡ്രൈവേഴ്സിന്റെ ഔട്ട്ഫിറ്റും ടയറും പിന്നെ വണ്ടികളുടെ പാർട്സും ഇതെല്ലാം എന്താ ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത്. പിന്നെ അപ്പോൾ ഈ കണ്ടെയ്നറിനകത്ത് ഇരുന്നിട്ട് തന്നെ വണ്ടി റിപ്പയർ ചെയ്യും, അങ്ങനെ എല്ലാം ചെയ്യും. പിന്നെ അവർക്ക് എൻ്റെ മാത്രം എന്താ ഇവിടെ ഒരു കിച്ചൻ്റെ സെറ്റപ്പും കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇതുവഴി ഓരോരോ കണ്ടെയ്നർ നോക്കിയിട്ട് ഏതെങ്കിലും കണ്ടെയ്നറിനകത്ത് വണ്ടി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താ അതൊക്കെ ഇടിച്ചിറക്കുന്നുണ്ടാ. ഇതൊക്കെ നമ്മുടെ അജിത് മച്ചാൻ്റെ വണ്ടി ഇടിച്ചില്ലേ റേസ് ചെയ്ത്, അത് റിപ്പയർ ആക്കി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ഇത് അതുപോലെ ഇടിച്ച വേറെ ടീമുകളുടെ വണ്ടിയാണ് നിങ്ങളുടെ ഇത് കാണിക്കുന്നത്. 2 പോർഷോട്ട് മെയിൻലി GT3 കളി കേട്ടോ. പിന്നെ ഇവിടെ ഒരു 296-ൻ്റെ റേസ് കാറും കിടക്കുന്നുണ്ട്. റേസ് കാറുകളുടെ ഒരു കളി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സീൻ തന്നെ. അവിടെ കിടക്കുന്ന ആ വണ്ടിയല്ല, അത് നന്നായി അപ്പുറത്തെ സൈഡിൽ ഇടിച്ചിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും നോക്കാം ഓരോരോ വണ്ടികൾ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നും പരിപാടികളൊക്കെ. ടയർ കണ്ട ഹായ് സീൻ തന്നെ. ഈ ഇതിനകത്ത് ഓരോ വണ്ടികളുടെ പാർട്സാണ് നിങ്ങൾ കാണുന്നത്. സീൻ തന്നെ കേട്ടോ. കിടക്കുന്ന വണ്ടികളെല്ലാം ഒന്നിനൊന്നിന് ഇതായിട്ടുള്ളത്. ഇതാ ഇവിടെ ഒരു ഇടം ചെമ്പെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഇടയിനകത്ത് ഒരു GT3 ആണ് എനിക്ക് കിട്ടിയത്. സീൻ തന്നെ. ഏകദേശം 60 കണ്ടെയ്നേഴ്സ്. ഇവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു പോർഷ് കാണാൻ വേണ്ടി പറ്റില്ല. അതായത് ഇവിടെ ഒരു പോർഷ് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ATV കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ലിറ്ററലി ഒരു ലോജിസ്റ്റിക്സ് നൈറ്റ് മെയർ തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഇങ്ങനെയാണെങ്കിൽ ഫോമുല 1-ൻ്റെ എങ്ങനെ ആയിരിക്കുമല്ലോ. സോ എനിവേ ഗൈസ് ഓൺ ദാറ്റ് നോട്ട് അതായത് വീഡിയോസ് ഉണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് നമ്മുടെ അജിത് മച്ചാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ജ്യൂസിൻ്റെ കൂടെ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റി. സോ ദാറ്റ് ഇസ് ഓൾസോ ദാറ്റ് വാസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ അജിത്ത് ഇസ് പ്രിറ്റി അണ്ടർസ്റ്റാൻഡബിൾ. ആൾക്ക് നല്ല സ്ട്രെസ്സും ആൾക്ക് നല്ല റെസ്റ്റും ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നിയിട്ട് ഓരോ ആൾക്കാരും ആളുടെ കൂടെ ലൈക്ക് ഒരു മനുഷ്യനെ പോലെ അല്ല കാണുന്നത്, ലിറ്ററലി ഒരു ആർട്ട് പീസിനെ കാണത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും പുള്ളിയുടെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ സംഭവം നൽകും ഇത് ഏത് വണ്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തോന്നറിയാം ഇത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി ഏതാണെന്നറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറ. സോ ഗൈസ് ഓൺ ദാറ്റ് നോട്ട് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇച്ച് പേർ വൺ സൈനിങ് ഓഫ്.